ഇന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മാതൃഭാഷയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് യുനെസ്കോ ആണിത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അരികുവൽക്കരിക്കപ്പെട്ടവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ആളുകൾക്കും വേണ്ടി മാതൃഭാഷാ പഠനത്തിന് അവസരം ഒരുക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മിണ്ടിത്തുടങ്ങുന്ന കാലം മുതൽ ഒരു കുഞ്ഞിന്റെ ചിന്താശക്തിയും ആശയവിനിമയത്തിനുള്ള കഴിവും രൂപപ്പെടുന്നത് മാതൃഭാഷയിലാണ്. ജനിച്ച നാടിന്റെ സംസ്കാരവും തനിമയും വിളിച്ചോതുന്ന നാട്ടുഭാഷ പലർക്കും അറിയാതായിരിക്കുന്നു. ലോകത്ത് 230 മില്യൺ കുട്ടികളും നിരക്ഷരരാണെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ. മുതിർന്ന പൗരന്മാരിൽ 750 മില്യണിലേറെ പേർക്കും ഭാഷാ പഠനത്തിന് അവസരം ലഭിക്കുന്നില്ല എന്നും ഐക്യരാഷ്ട്രസഭയുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വിവിധ ഭാഷകളുടെ പഠനവും ബഹുസ്വരതയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെ സന്ദേശം. 1952 ബംഗ്ലാദേശിൽ ഉറുദു ഭരണഭാഷയായി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ നടന്ന കലാപത്തിൽ ഢാക്ക സർവകലാശാലയിലെ 4 വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനു നേരെ പോലീസ് വെടിവയ്പുണ്ടായി. നിരവധി പേർ കൊല്ലപ്പെട്ടു. ഈ ദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് മാതൃഭാഷാ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. നമുക്ക് മാതൃഭാഷയുടെ മഹത്വം മറക്കാതിരിക്കാം. സ്നേഹത്തിന്റെ ഭാഷയിൽ അതിരുകളില്ലാത്ത ആകാശത്തെ, പൂക്കളെ, കിളികളെ, പുഴകളെ, മലകളെ സ്വപ്നം കാണാം. റിസർച്ച് ഡെസ്ക് 24. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി വളരെ കാലമില്ല. എല്ലാ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ നിർണ്ണയിക്കുന്ന ഒരു സമയമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ 24 സംപ്രേഷണം ചെയ്ത വാർത്ത മാത്രമല്ല ഒരുപക്ഷെ 24ൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വരാൻ പോകുന്നത്. പ്രത്യേക പരിപാടികളും എക്സ്ക്ലൂസീവായിട്ടുള്ള അഭിമുഖങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തും. 50 ലക്ഷത്തോളം ആളുകൾ യൂട്യൂബിൽ 24 കാണുന്നു എന്നാണ് കണക്ക്. ഏതാണ്ട് 50 ലക്ഷത്തിലെത്താൻ ഇനി ഒരു 10-60,000 ആളുകൾ കൂടി മതി. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രേക്ഷകരെല്ലാം തന്നെ ഇത്തരം നോട്ടിഫിക്കേഷനും അതുപോലെ വീഡിയോകളും അതുപോലെ പുതിയ പ്രത്യേക പ്രോഗ്രാമും ഒക്കെ നിങ്ങളിലെത്താൻ നിങ്ങൾ ഇപ്പോൾ തന്നെ 24 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ വീഡിയോകളൊക്കെ ലഭിക്കും, വിശദമായ അറിയിപ്പുകൾ ലഭിക്കും, നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എങ്ങനെയാണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുക. അതിങ്ങനെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.